അല്ല ആശന എവിടെയായിരുന്നു? വർഷം എപ്പോ തുറന്ന ആശന? ഇന്നലെ ചെറിയൊരു അടിപ്പരിപാടി ഉണ്ടായിരുന്നു. അപ്പളേ കുറച്ച് ഓവറായി, അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയി. അതെ, പിന്നെ ഒരു കാര്യം, ഞാൻ ഇന്ന് നേരത്തെ പോകും. എനിക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് വൈകുന്നേരം. അതിനെന്താ ആശന നേരത്തെ പോക്കോ? പക്ഷെ ശമ്പളം തരുമ്പോ ഞാൻ അതുപോലെ കുറച്ചിട്ട് അവിടെ തരുള്ളൂ. അയ്യോ ആശനെ, അങ്ങനെയൊന്നും പറയല കേട്ടോ. പിന്നെ എങ്ങനെ പറയണം? നീ കാര്യം പോയിട്ട് ചായ വാങ്ങിച്ചിട്ടൊന്ന്. ആശന, അതിന് മുന്നേ ഞാൻ ഈ ബുള്ളറ്റിന്റെ എഞ്ചിൻ പടന്നോട്ടെ. ഏത് ഈ ബുള്ളറ്റിന്റെയാ? ഈ ഇരിക്കുന്ന വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറാൻ പറഞ്ഞപ്പോ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങി വെച്ച വേപ്പെണ്ണ വെച്ചോനാ നീ അതിനകത്ത്. ആ നിനക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ പണിയാണല്ലേ? അതിന് ഞാൻ അറിഞ്ഞ ഈ ഓയിൽ ടിന്നില് വേപ്പെണ്ണ ഒഴിച്ചു വെച്ചേക്കണേന്ന്. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇല്ലടാ, നിന്റെ കുറ്റല്ലേ എന്റെ കുറ്റ. നിന്നിവിടെ ജോലിക്ക് ഇരുത്തിയാലും എന്റെ കുറ്റം. എടാ അറ്റ്ലീസ്റ്റ് അതിന്റെ അടപ്പ് തുറക്കുമ്പോ ആ സ്മെല്ല് കിട്ടില്ലടാ വേപ്പണടെ. അന്ന് എനിക്ക് ജലദോഷമായിരുന്നു. നീയൊക്കെ കാരണം ഇപ്പൊ എനിക്ക് പേര് ദോഷ. ഒരു കാലത്ത് ഈ വർഷം നിറയെ വണ്ടികളായിരുന്നു. ഇപ്പൊ വന്നു നിന്നൊക്കെ എന്ന് ഞാനിവിടെ ജോലിക്ക് നിർത്തി അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. അല്ല ആശാനെ, കഴിഞ്ഞ ആഴ്ച വരെ കുറെ വണ്ടി ഉണ്ടായിരുന്നല്ലേ? ഈ ആഴ്ചയല്ലേ ഇപ്പൊ വണ്ടികൾ കുറഞ്ഞിട്ടുള്ളൂ? ആടാ, കഴിഞ്ഞ ആഴ്ച വരെ നിറയെ വണ്ടികളുണ്ടായിരുന്നു. നീയൊക്കെ പണിത് ആർക്കും വേണ്ടാണ്ടിരുന്ന കുറെ വണ്ടികൾ അവസാനം ഇതൊക്കെ ആക്രി വിളിക്ക് പറ്റേ. അല്ല ആശാനെ, ഈ വണ്ടി എന്താ നമ്മൾ കൊടുക്കാത്ത? എന്താ കൊടുക്കാത്തന്നാ? നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തതാണോടാ ഞാൻ. കാരണം നിനക്ക് ഇനി ഒരു പണി കൊടുക്കുമ്പോ ഒന്ന് ഓർക്കണല്ലോ എങ്ങനെയായിരിക്കും. അതിനുവേണ്ടി മാത്രം വെച്ചാണോ ഞാനത്. ആശാനെ, ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഞാനും കണ്ടു. നീ കാര്യം എന്താ പ്രശ്നം? ചേട്ടാ ഇതിന് മീറ്റർ വർക്കില്ല. ഇത് വർക്കിംഗ് ആണല്ലോ. അതല്ല ആശനെ, നോർമലില് പോകുമ്പോഴേ കുഴപ്പമില്ല. പക്ഷെ 120 എത്തി കഴിഞ്ഞാല് ഈ സാധനം 0-ലോട്ട് വീഴും. ആശ ഓടിച്ചു നോക്കൂ. ഞാൻ ആ മീറ്ററിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ 120 ഓടിച്ചു നോക്കണ്ടേ? നിനക്ക് എന്നോട് നിനക്ക് വിരോധം ഉണ്ട്? പിന്നെ കൊല്ലാൻ ഉദ്ദേശം മീറ്റർ കേബിൾ മാറിത്തരും, അത് മതിയാ? അതെ ആശാനെ. മോനെ, ഈ വാഹനം എന്ന് പറയുന്നത് അഭ്യാസം കാണിക്കാണല്ലോ, യാത്ര ചെയ്യണതാണ്. നമുക്ക് ചുറ്റും നോക്കിയാൽ ഓരോ ദിവസം എത്ര അപകടങ്ങളാണ് നടക്കുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരുപാട് ജീവനുകളെ പൊലിയാൻ. വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, മദ്യപിച്ചാൽ വാഹനം ഓടിക്കാതിരിക്കുക, റോഡ് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുക. ഒരു അപകടം സംഭവിക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ, ഒരു നാടിന്റെ പ്രതീക്ഷകളാണ് ഇല്ലാണ്ടാകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. അപ്പൊ അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുക. ഓവർ സ്പീഡ് ഒന്നും പാടില്ല, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുക കേട്ടാ. ആശാനേ, ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. ലോട്ടറിയാ? എന്തൊരു ലോട്ടറി? ഇതേ MBDയുടെ വക ലോട്ടറിയാ. സീറ്റ് ബെൽറ്റും ഇല്ല, ഓവർ സ്പീഡും. അടിപൊളി. 3000 രൂപ ഫൈന്. ഉപദേശം മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ മലയാളികളല്ലടാ.